വിർജിൻ ആയിട്ടൊരു ഗേളിനെയാണോ പ്ലേ ഗേളിനെയാണോ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യം? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടുത്തുള്ള ആൺകുട്ടികളോടൊക്കെ ചോദിച്ചു നോക്കാം, അവർക്ക് പ്ലേ ഗേളായിട്ടൊരു ഗേളിനെയാണോ അതോ വിർജിനായിട്ടൊരു ഗേളിനെയാണോ കല്യാണം കഴിക്കാൻ താല്പര്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഒട്ടുമിക്ക ഗേൾസും അങ്ങനെയുള്ളൊരു ബോയ്സിനൊക്കെ കല്യാണം കഴിക്കാനൊക്കെ തയ്യാറാണ്. പക്ഷേ ബോയ്സ് പൊതുവേ അങ്ങനെ കല്യാണം കഴിക്കാൻ തയ്യാറല്ല. അപ്പോൾ നമുക്ക് ബോയ്സിനോട് തന്നെ ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ് അതിൻ്റെയൊക്കെ റീസൺ എന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരു വിർജിനായിട്ടൊരു ഗേളിനെയാണോ അതൊരു പ്ലേ ഗേളിനെയാണോ കല്യാണം കഴിക്കാൻ? വിർജിനായിട്ടൊരു ഗേളിനെയാണോ പ്ലേ ഗേളിനെയാണോ നിങ്ങൾ കല്യാണം കഴിക്കാൻ ചൂസ് ചെയ്യണം? വിർജിനായിട്ടുള്ളത്. ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ അവരിപ്പോൾ പ്ലേ ബോയ് ആയി ഒരു ബോയിനെ കല്യാണം കഴിക്കാനായിട്ട് തയ്യാറാവും. എന്തുകൊണ്ടായിരിക്കും ബോയ്സ് തയ്യാറാവാത്തത്? അതവർ നിർത്തിയിട്ട് വരാണ്, അല്ലെങ്കിൽ നിങ്ങളും ഞാനും മാത്രമേ ഉള്ളൂ, ഇനി ഞാൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ ജെന്യൂനായിട്ട് നിന്നാൽ പോലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ബോയ്സ് എന്തുകൊണ്ടായിരിക്കും അക്സെപ്റ്റ് ചെയ്യാത്ത? എന്തായിരിക്കും റീസൺ? ബോയ്സിന്റെ സ്വഭാവം നമുക്കറിയാം. ജെന്യൂനായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ അല്ലാണ്ട് വേണ്ടത് ഇങ്ങനെ വന്നിട്ട് തെറ്റ് പറ്റി, അതായത് ഒരാളെ ഇങ്ങനെ പറ്റിപ്പോയി, ഇനിയിപ്പോ അല്ലെങ്കിൽ ഇനിയിപ്പോ അങ്ങനത്തെ ഒരു പരിപാടികൾക്ക് പോവില്ല എന്ന് ഉറപ്പിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കും? അക്സെപ്റ്റ് ചെയ്യും. ഇനി രണ്ടാമത് ചെയ്താലും ഇതുണ്ടാവും, എന്നാലും മനസ്സിൽ അവര് ഇനി രണ്ടാമത് നിങ്ങൾ തുറന്നു പറയാണ്, നിങ്ങളുടെ ഒരു തുറന്നു പറയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണ, നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാം? അതിപ്പോ നമ്മൾ സ്നേഹിച്ച് ഇതാക്കിയാൽ കുഴപ്പമില്ല. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ തുറന്ന് സംസാരിക്കും, ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാം? പിന്നെ കുഴപ്പമില്ല, ഓപ്പൺ ആയിട്ട് പറയണ്ടല്ലോ, അല്ല മനസ്സിൽ വെക്കാൻ പാടില്ലല്ലോ ശരിക്കും. അപ്പൊ പിന്നെ കുഴപ്പമുണ്ടാവില്ല. വിർജിൻ ആയിട്ടുള്ള ഒരു ഗേളിനെയാണോ അതോ പ്ലേ ഗേൾ ആയിട്ടുള്ള ഒരു ഗേളിനെയാണോ കല്യാണം കഴിക്കാൻ താല്പര്യം? അതാണ് ചോദ്യം. വിർജിൻ ആയിട്ടുള്ള ഗേള് നിർബന്ധമാണോ അതോ പ്ലേ ഗേൾ ആയിട്ടുള്ള ഗേളാണോ വേണ്ട കല്യാണം കഴിക്കാൻ? റിലേഷൻഷിപ്പിലുള്ള ആയാലും കുഴപ്പമില്ല. പിന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വെർജിൻ എന്നൊക്കെ പറയുമെങ്കിലും അവരെ പരിശോധിച്ചാൽ മാത്രമേ വെർജിനിറ്റി നഷ്ടപ്പെട്ടു പരിശോധിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. വേറെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിലും സംസാരിക്കുന്ന ലേഡീസ് ആണെങ്കിൽ അവര് ഒന്നിക്കുള്ള റിലേഷൻഷിപ്പ് ഉള്ളതാണ്. അപ്പൊ പ്ലേ ഗേൾസിനാണ് താല്പര്യം കല്യാണം കഴിക്കാൻ? കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ഞാൻ പറയുന്നില്ല. റിലേഷൻഷിപ്പ് മറ്റേ ഡിവോഴ്സ് ചെയ്യപ്പെട്ടാണെങ്കിൽ ഞാൻ കിട്ടും, പറയാലോ. ഡൈവോഴ്സ് ആയാലും ഉണ്ടെങ്കിൽ ഞാൻ കിട്ടും, കുഴപ്പമില്ല. ഗിഫ്റ്റ് കിട്ടൂലേ? ഗിഫ്റ്റ് കുഴപ്പമില്ലല്ലേ? ഗിഫ്റ്റ് ആയിട്ടല്ല, അവരോട് തുടങ്ങി പഠിച്ചോളൂല്ലോ നമുക്ക്. അപ്പൊ അച്ഛനല്ലേ സ്റ്റെപ്പ് ഫാദറല്ലേ താങ്കൾ? അപ്പൊ വളർത്തില്ലേ? എനിക്ക് അത്ര കുട്ടികളുള്ള അത്ര താല്പര്യമില്ല. പിന്നെ അതല്ല, കുട്ടികള് ജനിച്ചു വളർന്നു പൊക്കോട്ടെ, അല്ലാണ്ട് അവരുടെ അടുത്തുള്ള ഇപ്പൊ കങ്കാരൂര് പ്രത്യേകിച്ച് അതൊന്നും താല്പര്യമില്ല. കുഞ്ഞുങ്ങളെ വളർത്താൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞതേ ഇങ്ങനെ കൈ പിടിച്ച് താലോളിച്ചൊക്കെ ചെയ്യാൻ. താങ്കളും അങ്ങനെ തന്നെയല്ലേ ഈ ലെവലിലെത്തിയത്? അതായത് ഞാൻ എന്റെ ആറ്റിറ്റ്യൂഡ് മറ്റേ എങ്ങനെ ഭാര്യ നോക്കിക്കോട്ടെ എന്നാണ് താല്പര്യം. ഭാര്യ നോക്കിക്കോളുന്നു. അപ്പൊ താങ്കളെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്താണ് പൈസ കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ? അപ്പൊ ലാളനൊന്നും ഇല്ലേ? ലാലടം എന്ന് പറഞ്ഞാൽ പച്ചപ്പോട്ട് കറയിട്ടാന്നുള്ളൂ. എടുക്കില്ല. ആൾക്കാര് പലതും പറയും. നിങ്ങക്ക് പ്ലേ ഗേൾസിനെയാണോ അതോ വിർജിൻ ബോയ് ഗേളിനെയാണോ കല്യാണം കഴിക്കാൻ? വിർജിൻ. എന്തുകൊണ്ടാണ് വിർജിന് താല്പര്യം? ഇപ്പൊ അത് ഗേൾസ് ചൂസ് ചെയ്ത പ്ലേ ബോയ്സ് ആണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ നമ്മുടെ ഇത്. എന്താണ്? ഇപ്പൊ ഗേൾസ് ആണ് അത് ചൂസ് ചെയ്യണമെങ്കിൽ പ്ലേ ബോയ്സ് ആയാലും അവര് കുഴപ്പമില്ല എന്നുള്ളത് വെക്കും. ബോയ്സ് എന്തുകൊണ്ടാണ് അത് വേണ്ട പ്ലേ ഗേൾസിന് ചൂസ് ചെയ്യാത്തതുകൊണ്ട് റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ എനിക്ക് വിർജിൻ താല്പര്യമുള്ളൂ. പക്ഷെ ഇവന് കൂടുതൽ പ്ലേ ഗേൾസിന് താല്പര്യം. പിന്നെ എറണാകുളം വന്നു തന്നെ അതിനാ. വിർജിൻ ആയിട്ടുള്ള ഒരു ഗേളിനെയാണോ അതൊരു പ്ലേ ഗേളിനെയാണോ നിങ്ങൾ കല്യാണം കഴിക്കാൻ ചൂസ് ചെയ്യുക? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കൈ വന്നിട്ട് മുന്നോട്ട് എങ്ങനെയാണെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പൊ പൊതുവെ ഗേൾസ് ആണെങ്കിൽ ഇപ്പൊ പ്ലേ ബോയ്സിനൊക്കെ ആയാലും അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പൊതുവെ ബോയ്സ് എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാത്ത പ്ലേ ഗേൾസിനെ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടില്? ഒരു കാഴ്ചപ്പാട്
ഇപ്പൊ നമ്മളറിയുന്നില്ലല്ലോ അവരുടെ വാസ്തു ബ്രോഡ് അഭിപ്രായം മൊത്തത്തിൽ ബോയ്സ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാത്ത പ്ലേ ഗേൾസ് എന്ന് പറയുമ്പോൾ? ഓരോരുത്തരും ഇഷ്ടമല്ലേ. എൻ്റെ അഭിപ്രായത്തിൽ ഞാനാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല, വേറൊരാളാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ പിൻബന്ധെന്നുള്ളതല്ല, നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് ഇപ്പൊ പ്ലേ ബോയ്സ് ആണെന്ന് പറഞ്ഞു വന്നാലും ഗേൾസ് സ്വീകരിക്കാറുണ്ട്. ഇനി അങ്ങനെ പോവാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ് സ്വീകരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ബോയ്സ് എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാത്തത്? ഇപ്പൊ എല്ലാ ബോയ്സിന്റെയിലും കിട്ടുന്നത് നല്ലതാണോ ചീത്തയാണോ നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാന്ന് മാത്രം നമ്മൾ നോക്കിയാണ്. ഓക്കെ, ഒരു പ്ലേ ഗേളിനെയാണോ ഒരു വിർജിൻ ഗേളിനെയാണോ നിങ്ങൾ ചൂസ് ചെയ്യുക പാർട്ണർ ആക്കാൻ? അതിപ്പോ ഇന്നത്തെ സമൂഹം പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പ്ലേ ബോയ്സ് ആയി കഴിഞ്ഞാൽ ഗേൾസ് അവരെ കുഴപ്പമില്ലാന്ന് വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ ബോയ്സ് ആവുമ്പോ പ്ലേ ഗേൾസ് ആണെങ്കിൽ അവരെ പൂക്കേഴ്സാന്നൊക്കെ പറഞ്ഞ് മാറ്റിയെടുത്താറ് പതിവ്. അതിനോട് എന്താണ് അഭിപ്രായം? അതിനോട് എനിക്ക് അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ ഒന്നും ഇല്ല. നമ്മളിപ്പോ ഏകദേശം അല്ലല്ലോ. പക്ഷെ ഗേൾസിന്റെ ഭാഗത്ത് വരുമ്പോ അവര് ആരെങ്കിലും ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാറില്ല അങ്ങനെയുള്ള പെൺകുട്ടികളെ. ഗേൾസിന്റെ ഭാഗത്തേക്ക് വരുമ്പോ അല്ലേ, അത് അവരുടെ ഒരു ഇതല്ലേ. നമ്മുടെ ഇത് നമ്മള് അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് പറയുമ്പോ അതെന്തോ എനിക്ക് അതിനോടൊന്നും. പക്ഷെ ഗേൾസ് അക്സെപ്റ്റ് ചെയ്യും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. ബോയ്സ് ആണ് അക്സെപ്റ്റ് ചെയ്യാത്തത്. പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാനിപ്പോ പണ്ടൊക്കെ ചിന്തിച്ചായിരുന്നു അതേപോലെ എനിക്കൊരു വെർജിൻ കുട്ടീനെ തന്നെ കിട്ടണം, നാട്ടിൻപുറത്ത് പോയിട്ട് കല്യാണം കഴിക്കാന്നൊക്കെ ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ കാലം മാറുമ്പോ കാലം മാറാം, നമ്മളും കാലത്തിനൊപ്പം മാറാം. അങ്ങനെയാണ് കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരു വിർജിൻ ആയിട്ടുള്ള ഒരു ഗേളിനെയാണോ അതോ ഒരു പ്ലേ ഗേളിനെയാണോ നിങ്ങൾ ചൂസ് ചെയ്യാം? വിർജിൻ ഇവിടെ ഇപ്പൊ ഗേൾസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ പ്ലേ ബോയ്സ് എന്നൊക്കെ പറഞ്ഞാലും അവര് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കാണാറുണ്ട്. പക്ഷെ ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമായിട്ട് ചിന്തിക്കാറ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്? എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. ഇപ്പൊ നമുക്ക് ആത്മാർത്ഥമായിട്ട് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വെർജിൻ ആയിട്ടുള്ള ഒരാളെയല്ലേ നോക്കത്തുള്ളൂ. വേറെ ഒരാൾ നോക്കിയിട്ട് ഇങ്ങനെ ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ ചെയ്തിട്ട് വന്ന ഒരാളെ നമുക്ക് അത്ര അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പത്തെ ഒരു തലമുറയിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഓപ്പണായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ എല്ലാം നിങ്ങൾ തുറന്ന് പറയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയാൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? ചാൻസ് കൊടുത്തു നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ, ആത്മാർത്ഥമായിട്ട് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ചാൻസ് കൊടുക്കും. ചാൻസ് അല്ല, നമ്മുടെ ഇഷ്ടം. അപ്പം നമ്മുടെ കൂടെ പിന്നെ അങ്ങനെ ഒരു റിലേഷൻ പോകത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ കുഴപ്പമൊന്നുമില്ല, അക്സെപ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ കഴിക്കുകയാണെങ്കിൽ ഒരു പ്ലേ ഗേളിനെയാണോ അതൊരു വിർജിൻ ഗേളിനെയാണോ നിങ്ങൾ ചൂസ് ചെയ്യാം? വിർജിൻ ഗേൾ. അതെന്തുകൊണ്ടാണ്? ഇപ്പൊ ഒരു ഗേളാണ് ചൂസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ പ്ലേ ബോയിനെ ആണെങ്കിൽ അവർ ചൂസ് ചെയ്യാൻ തയ്യാറാണൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് തയ്യാറാണ്. എന്താണ് ബോയ്സ് തയ്യാറാവാത്തത് എന്തുകൊണ്ടായിരിക്കും? മൈൻഡ് അനുസരിച്ചാണ്. നിങ്ങളെ സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇനി നമുക്ക് നല്ലൊരു താങ്കളെ മാത്രമാണ് നോക്കുള്ളൂ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കും. അതായത് അങ്ങനെയൊന്നുമില്ല, ഇനി താങ്കളാണ് ലോകം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കും. ഒരു പ്ലേ ഗേളാണെങ്കിൽ കുഴപ്പമില്ല സമയത്ത്.